ഈ പ്രോഗ്രാം അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുവരും. അതാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് ദിശ തിരുവനന്തപുരത്തെ ആദ്യ പ്രതികരണം നടത്തിയത്. മറ്റു ജില്ലകളിലും സമാനമായ ചിത്രമാണ് ഉണ്ടാവുന്നത്. എറണാകുളം പുത്തൻകുരിശിൽ പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF ഭരണത്തിൽ പ്രധാനപ്പെട്ട നീക്കം. UDFിലെ റെജി തോമസാണ് പ്രസിഡന്റായത്. LDFും UDFും തുല്യത പാലിച്ച പോത്താനിക്കാട് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDFിലെ KP ജെയിംസ് വിജയിച്ചു. 2020യുടെ പിന്തുണ അവിടെ പുത്തൻകുരിശിൽ UDFിന് കിട്ടിയെന്നത് ശ്രദ്ധേയമാണ്. കാരണം 2020യും UDFും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടാണ് 2020യുടെ ഉദയം പോലും ഉണ്ടാവുന്ന അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ അവിടെ ഇടതുമുന്നണിക്കപ്പുറം UDFിനാണ് പിന്തുണ നൽകിയതെന്നാണ് സാധ്യത. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എറണാകുളം ജില്ലയിലെ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? പുത്തൻകുരിശിലെ 2020യുടെ പിന്തുണ UDFിന് ലഭിച്ചു എന്നപ്പോൾ അതേസമയം മറ്റൊരിടത്ത് നറുക്കെടുക്കുന്നു. എന്താണ് ജില്ലയുടെ ഒരു പൊതുചിത്രം? പുത്തൻകുരിശിലാണ് 2020യുടെ പിന്തുണയുടെ UDF അധികാരത്തിലെത്തുന്നത്. LDFിന് പിന്തുണ നൽകാതെ UDFിന് പിന്തുണ നൽകുന്നു. റെജി തോമസ് ആണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അതേസമയം കോതമംഗലത്ത് പോത്താനിക്കാടാണ് LDF UDF തുല്യ നിലയിലായതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട്. LDFിലെ KP ജെയിംസ് അതുപോലെ UDFിലെ വിൻസെന്റ് ഇബ്രഹാം തമ്മിലായിരുന്നു മത്സരം നടന്നത്. LDFിനാണ് ഇതിൽ നറുക്കെടുപ്പിൽ വിജയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ KP ജെയിംസ് ആണ് നറുക്കെടുപ്പിൽ വിജയിച്ചത്. ഈ 14-അംഗ ഭരണസമിതിയിൽ LDFിന് 7 അംഗങ്ങളും UDFിന് അതുപോലെ UDFിനും 7-ലാണ്. അതായത് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയാണ് UDF 7-ലെത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഈക്വൽ ഇത് വന്നപ്പോൾ പോത്താനിക്കാട് നറുക്കെടുപ്പിലൂടെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള ആളെ തെരഞ്ഞെടുക്കേണ്ടതെന്ന സാഹചര്യം ഉണ്ടായത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് UDF മുൻതൂക്കം ലഭിക്കാതെ പോയിട്ടുള്ള ഏക പഞ്ചായത്തും പോത്താനിക്കാടാണ്. 7 LDFിനും 6 UDFിനും ഒരു സ്വതന്ത്രൻ എന്നുള്ള കണക്കിലേക്കാണ് അത് പോയിട്ടുള്ളത്. അങ്ങനെ ആ സ്വതന്ത്രൻ UDFിനൊപ്പം ചേർന്നപ്പോഴാണ് 7-7 എന്നുള്ള ഈക്വൽ നമ്പേഴ്സ് വന്നതും അത് നറുക്കെടുപ്പിലേക്ക് പോയതും. അതേസമയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ നിലവിലുള്ളത് സംവരണ ഇതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണമായതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു പ്രൊസീജിയറിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതായത് KG രാധാകൃഷ്ണൻ UDFിന്റെ സ്ഥാനാർത്ഥി പാമ്പാക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KG രാധാകൃഷ്ണനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതുപോലെ വ്യക്തമായ മേൽക്കൈയുണ്ട് ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും UDFിന് 14 ബ്ലോക്ക് പഞ്ചായത്തിൽ 12 UDFിനാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലായിരുന്നെങ്കിലും 82 പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 69 UDFിനാണ് ലഭിച്ചിട്ടുള്ളത്. LDFിന് ഇത്രയെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പോത്താനിക്കോട് UDF അതായത് ബാക്കിയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം മേൽക്കൈയുള്ളപ്പോൾ UDFിന് ഇത് കിട്ടാതെ പോയിട്ടുള്ള പ്രിഫറൻസ് കിട്ടാതെ പോയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പോത്താനിക്കാട്. ആ ഒരു സാഹചര്യത്തിലാണ് കോതമംഗലം പോത്താനിക്കാട് നറുക്കെടുപ്പിലൂടെ UDF സ്ഥാനാർത്ഥിയെ LDF വിജയം കൈവരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. UDFിനൊപ്പം സ്വതന്ത്രം ചേർന്നതോടെ 7-7 എന്നുള്ള ഈക്വൽ നമ്പറിലേക്ക് വന്നു. അതുപോലെ തന്നെ പുത്തൻകുരിശിൽ 2020യുടെ പിന്തുണയോട് കൂടിയാണ് UDF അധികാരത്തിലെത്തുന്നത്. അങ്ങനെ നാടകീയ നീക്കങ്ങളാണ് എറണാകുളം ജില്ലയിലും സംഭവിച്ചത്. പുത്തൻകുരിശിൽ 2020യുടെ പിന്തുണ അവിടെ UDFിനാണ് നൽകുന്നത്. അതോടുകൂടി UDF പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരണം പിടിക്കുന്നു. അതേസമയം പോത്താനിക്കാട് നറുക്കെടുക്കുന്നു, ഇടതുമുന്നണി ഭരണം പിടിക്കുന്നു. അങ്ങനെ വലിയ നാടകീയ നീക്കങ്ങൾ പലയിടങ്ങളിലായി സംഭവിക്കുന്നു എന്നതാണ്. സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരം നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മുന്നണികൾക്ക് കൃത്യമായ മുൻതൂക്കമില്ലാത്ത ഇടങ്ങളിലാണ് ഈ നാടകീയ നീക്കങ്ങൾ. അവിടെ സ്വതന്ത്രന്മാരടക്കം വലിയ അവരുടെ പിന്തുണ പറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും തുടരുകയാണ്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കൊല്ലം ചിറക്കരയിൽ വൻ ട്വിസ്റ്റ്. UDF പിന്തുണയോടെ സ്വതന്ത്രൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ UDF പിടിച്ചു എന്ന പ്രത്യേകതയും അവിടെ ഉണ്ടാകുന്നു എന്നതാണ് കൊല്ലത്തെ സാഹചര്യം. വിനീഷ് നമുക്കൊപ്പമുണ്ട്. വിനീഷ്, പലയിടങ്ങളിലുമുണ്ട് ഇത്തരം നാടകീയ നീക്കങ്ങൾ. കൊല്ലത്ത് എന്താണ് സംഭവിച്ചത്? ഏത് പഞ്ചായത്തിൽ, എങ്ങനെ? നമ്മൾ വീണ്ടും മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ലാലി ജെയിംസ്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ലാലി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ തുറന്നടിച്ചു. രാത്രിയുടെ മറവിൽ സസ്പെൻഡ് ചെയ്ത നടപടി അപക്വമാണ്. വിഷയത്തിൽ AICCയെയോ KPCCയെയോ സമീപിക്കില്ല. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു.
വലിയ ഭൂരിപക്ഷം കിട്ടിയ തൃശ്ശൂരിലാണ് ഈ വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അവിടെ വലിയ ആരോപണമാണ് ഈ മേയറിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം. കലി ജെയിംസ് കോൺഗ്രസിനെതിരെ വലിയ ആരോപണം, നേതൃത്വത്തിൻ്റെ ആരോപണം ഉന്നയിച്ചു. പണം വാങ്ങി മേയർ സ്ഥാനം നൽകി എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. പ്രതിപക്ഷ നേതാവ്